വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ നമുക്കിന്ന് സെറ്റ് ഹിസ്റ്ററി, നമുക്ക് എല്ലാവർക്കും അറിയാം സെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, എക്സാം അടുത്തു അല്ലേ. നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഒന്നെങ്കിൽ ഇപ്പോൾ PG ഒക്കെ കഴിഞ്ഞ് BEd ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് BEd PG കഴിഞ്ഞ് BEd പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ BEd കഴിഞ്ഞ് PG പഠിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെറ്റ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കുറവുള്ള ഒരു സബ്ജക്റ്റ്, സെറ്റിൽ കുറവുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. നമുക്കറിയാം, ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് തന്നെ അറിയാം അത് എത്രത്തോളം ഡെപ്തിൽ പഠിച്ചാലാണ് നമുക്കത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നേ തൊട്ടേ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമുക്ക് ഇനിയും സമയം വൈകിട്ടില്ല സെറ്റ് ഹിസ്റ്ററി പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കാൻ എന്നുള്ളത് നമുക്ക് ഇനിയും സമയം വൈകിട്ടില്ല. നമുക്ക് ഇപ്പോഴും വളരെ സിസ്റ്റമാറ്റിക്കലി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന കുറേ കാര്യം തന്നെയാണ് ഈ സെറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇവിടെ നമുക്ക് CCയുടെ ലേണിംഗ് ആപ്പ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിലെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ മെയിനായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കിട്ടും, ഒട്ടനവധി ടെസ്റ്റ്, അതായത് ഒട്ടനവധി ടെസ്റ്റുകൾ അല്ലെങ്കിൽ എക്സാംസുകൾ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. പിന്നെ അതുകൂടാതെ ഡെയിലി ഫ്രീ ക്വിസ്, കറണ്ട് അഫയേഴ്സ്, പിന്നെ അതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ PDF, അങ്ങനെ റാങ്ക് പെർഫോമൻസ് അനാലിസിസ് ഒക്കെ നമുക്ക് ആ ഒരു ഇതിൽ കിട്ടും. അപ്പോൾ നമുക്ക് സ്വയമായിട്ടൊന്ന് ചെയ്ത് നോക്കി നമ്മൾ സ്വയം വിലയിരുത്താനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ അറിവ് ഒക്കെ നമുക്ക് നേടാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ CC ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം, സെറ്റ് ഹിസ്റ്ററി അല്ലേ. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. സെറ്റ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്ക് കിട്ടാൻ, അല്ലെങ്കിൽ സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ടഫായിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ കൂടി നമുക്ക് സിസ്റ്റമാറ്റിക്കലി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ പഠിച്ചു വയ്ക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പല ഇയേഴ്സായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ആൻഡ് ഡെഫിനീഷൻ ഇൻ ഹിസ്റ്ററി. നമ്മൾ മെയിനായിട്ട് ഹിസ്റ്ററി പഠിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിലെ തന്നെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതാണ് ഡെഫിനീഷൻസ് എന്ന് പറയുന്നത്. ഡെഫിനീഷൻസ് ഇൻ ഹിസ്റ്ററി, അതായത് ഹിസ്റ്ററിയിലെ ഡെഫിനീഷൻസ് എന്തൊക്കെയാണ്. പല ചരിത്രകാരന്മാരും ഹിസ്റ്ററിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഹിസ്റ്ററി എന്നുള്ളത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഷുവറായിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാം, സ്ഥിരം ചോദിച്ചു കണ്ടേക്കുന്ന ഒരു ഏരിയ ആണ്. ഈ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഡിഫൈൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതായത് ഹിസ്റ്ററിയെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ ചരിത്രകാരന്മാരും അവരുടെ വ്യൂ പോയിന്റിൽ നിന്നാണ് ഹിസ്റ്ററി എന്താണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഹു സേസ് ദ സ്റ്റഡി ദ ഹിസ്റ്റോറിയൻ ബിഫോർ യു സ്റ്റഡി ദ ഫാക്ട്. എന്തായിരിക്കാം? അതൊരു ഡെഫിനേഷനാണ് അല്ലെ. എന്താണ് നോക്കിക്കേ, സ്റ്റഡി ദ ഹിസ്റ്റോറിയൻ ബിഫോർ അല്ലെ, മുന്നേ യു സ്റ്റഡി ദ ഫാക്ട് അല്ലെ. ഫാക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആരായിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അവിടെ EH കാർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓർത്ത് വയ്ക്കുക, എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റഡി ദ ഹിസ്റ്റോറിയൻ ബിഫോർ യു സ്റ്റഡി ദ ഫാക്ട് അല്ലെ. ബിഫോർ യു സ്റ്റഡി ദ ഫാക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? EH കാർ ആണ്. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. ഡെഫിനിഷൻസ് എന്താണ് എന്നത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. സ്റ്റഡി ദ ഹിസ്റ്റോറിയൻ ബിഫോർ യു സ്റ്റഡി ദ ഫാക്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് EH കാർ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഹു ഡിസ്ക്രൈബ് ദ ഹെറഡോട്ടസ് ആസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി. നമുക്കറിയാം നമ്മുടെ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഹെറഡോട്ടസ് ആണ് അല്ലെ. അപ്പോൾ ആരാണ് അല്ലെങ്കിൽ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തത്, അല്ലെങ്കിൽ ഹെറഡോട്ടസിനെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് ആരാണെന്നാണ് ചോദിക്കുന്നത്? സിസറോയാണ് അല്ലെ. സിസറോയാണ് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത്. ഓർത്ത് വയ്ക്കുക, അത് ഹെറഡോട്ടസ് ആസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി അല്ലെ. ആരാ ഡിസ്ക്രൈബ് ചെയ്തത്? അത് സിസറോയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഇൻ വാട്ട് റെസ്പെക്ട് ഹിസ്റ്ററി കുഡ് ബി കൺസിഡർഡ് ആസ് എ സയൻസ്. നമുക്കറിയാം ഹിസ്റ്ററി അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരു കൺസിഡർ ആസ് എ സയൻസ് ആയിട്ടാണ് നമ്മൾ എന്താണ് ഒരു ഹിസ്റ്ററി ഈസ് എന്താണ് പാസ്റ്റ് അല്ലെ. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പാസ്റ്റ് അല്ലെ, അല്ലെങ്കിൽ സയൻസ് ഓഫ് സ്റ്റഡി ഓഫ് മാൻ എന്നൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അല്ലെങ്കിൽ ഇതിന് മുന്നേ വന്ന ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പാറ്റേൺ ചേഞ്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടും ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇത് എന്താണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിക്കേ, ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് വാട്ട് റെസ്പെക്ട് ഹിസ്റ്ററി കുഡ് ബി കൺസിഡർഡ് ആസ് എ സയൻസ്. ഹിസ്റ്ററി സീക്സ് ടു ഫൈൻഡ് തിങ് ഔട്ട്.
ശരിയാണോ നോക്കുക. ഇനി ഹിസ്റ്ററി റെസ്റ്റ് അപ്പോൺ എവിഡൻസ് ആൻഡ് റീസണിങ്. ഇനി ഹിസ്റ്ററി എംപ്ലോയ്സ് ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് എൻക്വയറി. ഹിസ്റ്റോറിയൻ അപ്രോച്ച് ഹിസ് സബ്ജക്ട് മാറ്റേഴ്സ് ഇൻ സ്പിരിറ്റ് ഓഫ് സയൻസ്. അവിടെ എന്തായിരിക്കാം 1ഉം 2ഉം 3ഉം 4ഉം എന്താണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി സീക്സ് ടു ഫൈൻഡ് തിങ് ഔട്ട് അല്ലെ. അതായത് നമുക്കൊരു ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടെത്താനായിട്ടുള്ള അല്ലെ ആ ഒരു അന്വേഷണമാണ് അല്ലെ എന്ത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററി പറയുന്നത്. ഇനി നെക്സ്റ്റ് ഹിസ്റ്ററി റെസ്റ്റ് അപ്പോൺ ദ എവിഡൻസ് ആൻഡ് റീസണിങ്. ഇനി ഹിസ്റ്ററി ഏറ്റവും കൂടുതൽ എവിഡൻസിനെയും റീസണിങ്ങിനെയും എന്താണ് ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലെ. ഇനി ഹിസ്റ്ററി എംപ്ലോയ്സ് ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് എൻക്വയറി. ഇനി വെറുതെ ഒരു എൻക്വയറി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, സയന്റിഫിക് മെത്തേഡ് ആണ് അല്ലെ, സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് എൻക്വയറി. നെക്സ്റ്റ് ഹിസ്റ്റോറിയൻ അപ്രോച്ച് ഈ സബ്ജക്ട് മാറ്റേഴ്സ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് സയൻസ് അല്ലെ. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ അവിടെ 1ഉം 2ഉം 3ഉം 4ഉം എന്താണ് അവിടെ ശരിയായിട്ടുള്ളതാണ് അല്ലെ. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. 1ഉം 2ഉം 3ഉം 4ഉം എന്താണ് അവിടെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഹിസ്റ്ററിയുടെ ഓരോ എന്താണ് ഹിസ്റ്ററി എന്നുള്ളതും പഠിക്കണം. അതുകൂടാതെ ഹിസ്റ്ററിയെ പറ്റി അതിന്റെ സ്കോപ്പ് എന്താണ്, നേച്ചർ എന്താണ്, ഇനി അത് കൂടാതെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഓരോ ഹിസ്റ്റോറിയൻസിന്റെ ആ ഒരു ഡെഫിനേഷൻ എന്താണെന്നും കൂടി പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് നോക്കിക്കൂടാ, ദ ഹിസ്റ്റോറിയൻ ഹു ഡിഫൈൻ ദ ഹിസ്റ്ററി ആസ് ദ സയൻസ് ഓഫ് മെൻ ഇൻ ടൈം അല്ലെ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് ദ സയൻസ് ഓഫ് മെൻ ഇൻ ടൈം. ഒരു മനുഷ്യന്റെ ആ ഒരു ചരിത്രമാണ് അല്ലെങ്കിൽ ഒരു സയൻസ് ആണ് അല്ലെ. മനുഷ്യന്റെ ആ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സയൻസ് ആണ് അല്ലെ. മനുഷ്യന്റെ പല സമയങ്ങളുള്ള ആ ഒരു ചരിത്രം അല്ലെ, അതൊരു സയൻസ് ആണ് എന്നൊക്കെയാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ആരാ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, മാർക്ക് ബ്ലോക്ക് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. മാർക്ക് ബ്ലോക്കിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് ഏതായിരിക്കാം? ഹിസ്റ്ററി ആസ് ദ സയൻസ് ഓഫ് മെൻ ഇൻ ടൈം എന്ന് പറയുന്നത്. അത് ഓർത്ത് വെച്ചോളാം. ദ സയൻസ് ഓഫ് മെൻ ഇൻ ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? മാർക്ക് ബ്ലോക്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓർത്ത് വെക്കണം. ദ സയൻസ് ഓഫ് മെൻ ഇൻ ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് മാർക്ക് ബ്ലോക്ക് ആണ്. ഇത് സ്ഥിരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് 2016 തൊട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് നോക്കിക്കൂടാ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഹിസ്റ്ററി ഹു ആർഗ്യൂഡ് ദാറ്റ് ഹിസ്റ്ററി ഈസ് എ സയൻസ് നോ ലെസ് നോ മോർ എന്ന് ആരാ പറഞ്ഞിരിക്കുന്നതാണ് ചോദിക്കുന്നത്. ഹിസ്റ്ററി ഈസ് എ സയൻസ് നോ ലെസ് നോ മോർ. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്, കൂടുതലുമില്ല കുറവുമില്ല അല്ലെ. നോ ലെസ് നോ മോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആരാ പറഞ്ഞിരിക്കുന്നത്? JB ബെറി ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. JB ബെറി ആണ് പറഞ്ഞിരിക്കുന്നത്. ദ ഹിസ്റ്ററി ഹു ആർഗ്യൂഡ് ദാറ്റ് ഹിസ്റ്ററി ഈസ് എ സയൻസ് നോ ലെസ് നോ മോർ എന്ന് പറഞ്ഞിരിക്കുന്നത് JB ബെറി ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാ. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ്. വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നോക്കിക്കേ. അതായത് മാർക്ക് ബ്ലോക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കണം. നെക്സ്റ്റ് JB ബെറി, ലിയോപോൾഡ് വോൺ റാങ്കെ, തോമസ് കാർലി. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ A ആണ് അല്ലെ. അതായത് മാർക്ക് ബ്ലോക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതിന്റെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഡെഫിനേഷന്റെ ഒരു മാച്ച് ദ ഫോളോവിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? മാർക്ക് ബ്ലോക്ക് പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്ററി ഈസ് ദ സയൻസ് ഓഫ് മെൻ ഇൻ ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഹിസ്റ്ററി ഈസ് ദ സയൻസ് ഓഫ് മാൻ ഇൻ ടൈം അല്ലെ. മാൻ ഇൻ ടൈം, അതായത് ഓരോ മനുഷ്യന്റെയും ആ ഒരു വ്യത്യസ്ത കാലഘട്ടത്തിലുള്ള ഒരു മനുഷ്യന്റെ ആ ഒരു സയൻസ് അല്ലെ, അതാണ് ശാസ്ത്രമാണ് നമുക്ക് എന്ത് ഈ ഹിസ്റ്ററി എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? മാർക്ക് ബ്ലോക്ക് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് JB ബെറി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹിസ്റ്ററി ഈസ് എ സയൻസ് നോ മോർ നോ ലെസ്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ആണ്, കൂടുതലുമില്ല കുറവുമില്ല അല്ലെ. ഹിസ്റ്ററി ഈസ് എ സയൻസ് നോ മോർ നോ ലെസ്. നെക്സ്റ്റ് ലിയോപോൾഡ് വോൺ റാങ്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹിസ്റ്ററി ഈസ് ഹൗ ഇറ്റ് റിയലി വാസ് അല്ലെ. എന്താണ് ഹൗ ഇറ്റ് റിയലി അല്ലെ. റിയാലിറ്റി എന്താണ്? ഹൗ ഇറ്റ് അല്ലെ. ഹൗ റിയലി എന്നാണ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് തോമസ് കാർലി പറഞ്ഞിരിക്കുന്നതാണ് ഹിസ്റ്ററി ഈസ് എ ബയോഗ്രഫി ഓഫ് ഗ്രേറ്റ് മാൻ. അതായത് ഒരു ബയോഗ്രഫിയാണ് അല്ലെ, ഓരോ മനുഷ്യരുടെയും അല്ലെങ്കിൽ ഗ്രേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഓരോ മനുഷ്യന്മാരുടെയും ബയോഗ്രഫിയാണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? തോമസ് കാർലി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു വെക്കുന്നതായിരിക്കും കറക്റ്റ്, കുറച്ചുകൂടി എളുപ്പം. അവിടെ നോക്കിക്കോളാം. മാർക്ക് ബ്ലോക്ക് ഹിസ്റ്ററി ഈസ് എ സയൻസ് ഓഫ് മെൻ ഇൻ ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് JB ബെറി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹിസ്റ്ററി ഈസ് എ സയൻസ് നോ മോർ നോ ലെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ലിയോപോൾഡ് വോൺ റാങ്കെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹിസ്റ്ററി ഈസ് ഹൗ ഇറ്റ് റിയലി വാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് തോമസ് കാർലി പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്ററി ഈസ് ദ ബയോഗ്രഫി ഓഫ് ഗ്രേറ്റ് മാൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ഇവിടെ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം. നമ്മുടെ ഹിസ്റ്ററിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടേ നമ്മളിവിടെ ഓർത്ത് വയ്ക്കണം. അതായത് ഇത് വേർഡ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ വർക്ക് എന്ന് പറയുന്നത് ഏതായിരിക്കും? ദ വേൾഡിലെ ഹിസ്റ്റോറിക്കൽ വർക്ക് എന്ന് പറയുന്നത് ഏതാണ്? ഹിസ്റ്റോറിക്ക.
അത് റിട്ടൺ ബൈ ആരാ? ഹെറഡോട്ടസ് ആണ്. അത് ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വേൾഡ്സ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ വർക്ക് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കയാണ്. ദ റിട്ടൺ ബൈ ഹെറഡോട്ടസ് ആണ് അത് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്റോറിയോഗ്രാഫി അല്ലേ. നമ്മൾ ചരിത്രകാരന്മാരൊക്കെ ഏറ്റവും വളരെ അല്ലെങ്കിൽ ചരിത്രം പഠിക്കുന്നവരൊക്കെ വളരെ പേടിയോടുകൂടിയും ഭീതിയോടുകൂടിയും കാണുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്റോറിയോഗ്രാഫി. ഒരു ടോപ്പിക്കാണ് അല്ലേ. ഹിസ്റ്ററിയിൽ ഒരു ടോപ്പിക്ക് തന്നെയാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് അതുകൂടെ നമുക്ക് പഠിക്കാൻ ഇച്ചിരി റഫായിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി വരണ്ട ഒരു ടോപ്പിക്കാണ് അല്ലേ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ആണ് എന്താ? ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? ഹെറഡോട്ടസ് ആണ് ഫാദർ ഓഫ് ഹിസ്റ്ററി ആയിട്ട് വരുന്നത്. അത് ഓർത്ത് വയ്ക്കണം. ഫാദർ ഓഫ് ഹിസ്റ്ററി വരുന്നത് ഹെറഡോട്ടസ് ആണ്. ദെൻ നെക്സ്റ്റ് ഫാദർ ഓഫ് ദ മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത് ബിഷപ്പ് വില്യം സ്റ്റബ്സ് ആണ്. ഫാദർ ഓഫ് മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത് ബിഷപ്പ് വില്യം സ്റ്റബ്സ്. അത് ഓർത്ത് വയ്ക്കുക. ദ ഫാദർ ഓഫ് ദ മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത് ബിഷപ്പ് വില്യം സ്റ്റബ്സ് ആണ്. ഫാദർ ഓഫ് ദ മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ ആരായിരിക്കാം? അത് ലിയോപോൾഡ് വോൺ റാങ്കി ആണ് ഫാദർ ഓഫ് മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫാദർ ഓഫ് ദ സയന്റിഫിക് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തൂസിഡൈസ് ആണ് വരുന്നത്. അത് ഓർത്ത് വയ്ക്കണം. ഈ തൂസിഡൈസിന്റെ ഒത്തിരി ഹിസ്റ്ററീസ് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഈ ഒരു ഇത് ഓർത്ത് വയ്ക്കുക. മാച്ച് ദ ഫോളോവിങ് ആയിട്ടും അല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കണം എന്തൊക്കെയാണ് വേൾഡ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ വർക്ക് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കയാണ് റിട്ടൺ ബൈ ഹെറഡോട്ടസ് ആണ്. ദ നെക്സ്റ്റ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ആണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഫാദർ ഓഫ് ഹിസ്റ്ററി ഹെറഡോട്ടസ് ആണ്. ദ ഫാദർ ഓഫ് ദ മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത് ബിഷപ്പ് വില്യം സ്റ്റബ്സ് ആണ് ഫാദർ ഓഫ് ദ മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഫാദർ ഓഫ് ദ മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് ലിയോപോൾഡ് വോൺ റാങ്കി ആണ് ഫാദർ ഓഫ് ദ മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഫാദർ ഓഫ് ദ സയന്റിഫിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് തൂസിഡൈസ് ആണ്. ഇത്രയും കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്ത് വയ്ക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ തുടങ്ങുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ. ഇതിന്റെ പല ടൈപ്പ് ഓഫ് ഡെഫിനീഷൻസ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഒട്ടനവധി ഹിസ്റ്റോറിയൻസ് നമ്മുടെ ഹിസ്റ്ററിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പല ആ ഒരു വിഷനിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു തോട്ട് വെച്ചിട്ട് അവർ പല ടൈപ്പിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗവേഷണങ്ങളൊക്കെ വെച്ചിട്ട് പല ആ ഒരു രീതിയിൽ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ. ഹിസ്റ്ററി ഈസ് ദ ക്രോണോളജിക്കൽ പ്രസന്റേഷൻ ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഡി കോസാംബിയാണ് അല്ലെ. നമ്മുടെ ഹിസ്റ്റോറിയൻസിന് എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചരിത്രകാരനാണ് ഡി കോസാംബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹിസ്റ്ററിയെ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ഹിസ്റ്ററി ഈസ് എ ക്രോണോളജിക്കൽ പ്രസന്റേഷൻ എന്നാണ് പറഞ്ഞത് അല്ലെ. ക്രോണോളജിക്കൽ പ്രസന്റേഷൻ ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അത് ഓർത്ത് വയ്ക്കണം. ഡെവലപ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡി കോസാംബി ആണ്. ഓക്കെ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ എന്താ ഡി കോസാംബി പറഞ്ഞിരിക്കുന്നത്? അതായത് ഡെവലപ്മെന്റ് ഓഫ് ഫാക്ടേഴ്സിന്റെയും അതുകൂടാതെ മീൻസ് ഓഫ് പ്രൊഡക്ഷന്റെ ഒക്കെ ഒരു കാലാനുസൃതമായിട്ട് ക്രോണോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് എന്ത് ഹിസ്റ്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാൾ, ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് കാർൽ മാർക്സ് അല്ലെ. കാർൽ മാർക്സ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹിസ്റ്ററി ഈസ് എ സ്റ്റോറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ അല്ലെ. ക്ലാസ് സ്ട്രഗിൾസിന്റെ ഒരു സ്റ്റോറിയാണ് എന്ത്? ഹിസ്റ്ററി എന്നാണ് കാർൽ മാർക്സ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഹിസ്റ്ററി ഈസ് ദ മൗണ്ടെയിൻ ടോപ്പ് ഓഫ് ദ ഹ്യൂമൻ നോളജ്. ആരാ പറഞ്ഞിരിക്കുന്നത്? കാൾ ജി ഗസ്റ്റേഴ്സൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓർത്ത് വെക്കുക. കാൾ ജി ഗസ്റ്റേഴ്സൺ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഹിസ്റ്ററി ഈസ് ദ മൗണ്ടെയിൻ ടോപ്പ് ഓഫ് ഹ്യൂമൻ നോളജ് അല്ലെ. ദെൻ നെക്സ്റ്റ് വേറൊരു ഹിസ്റ്റോറിയൻ ആണ് നമുക്ക് തൂസിഡൈസ് അല്ലെ. തൂസിഡൈസിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ ആണ് ഹിസ്റ്ററി ഈസ് എ സ്ട്രിംഗ് ഓഫ് ആക്സിഡൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ആകസ്മികമാണ്, ഒരു ആക്സിഡൻസ് ആണെന്നാണ് പറയുന്നത്. സ്ട്രിങ്സ് ആണ്, ഒരു ആക്സിഡൻസിന്റെ ഒരു എന്താണ് ഒരു കൂട്ടം അല്ല, ഒരു ആകസ്മികതയുടെ ഒരു കൂട്ടമായിട്ടാണ് അദ്ദേഹം ഹിസ്റ്ററിയെ കാണുന്നത്. ദെൻ നെക്സ്റ്റ് അനദർ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് E.H. കാർ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയന്റെ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ് അല്ലെ. പാസ്റ്റ് ആൻഡ് പ്രസന്റ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. ഹിസ്റ്ററി ഈസ് ദ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ് അല്ലെങ്കിൽ പ്രസന്റ് ആൻഡ് പാസ്റ്റ് എന്ന് പറഞ്ഞാലും ശരിയാണ്. അതായത് പാസ്റ്റിന്റെയും പ്രസന്റിന്റെയും തമ്മിലുള്ള ഒരു അൺഎൻഡിങ് ഡയലോഗ് അല്ലെങ്കിൽ ഒരു സംവാദമാണ് ഹിസ്റ്ററി എന്നാണ്, അല്ലെങ്കിൽ തീരാത്ത ഒരു സംവാദമാണ് ഹിസ്റ്ററി എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? E.H. കാർ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ഓർത്ത് വയ്ക്കുക. ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് E.H. കാർ ആണ്. ദെൻ നെക്സ്റ്റ് ഹിസ്റ്ററി ഈസ് ദ ബയോഗ്രഫി ഓഫ് ഗ്രേറ്റ് മാൻ അല്ലെ. തോമസ് കാർലൈലാണ് പറഞ്ഞിരിക്കുന്നത്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ബയോഗ്രഫിയാണ് അല്ലെ. വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കുറെ മനുഷ്യന്മാരുടെ ഒരു ബയോഗ്രഫി എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? തോമസ് കാർലെ ഹിസ്റ്ററിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
Then next നോക്കിക്കോളാം. നെക്സ്റ്റ് വരുന്നത് ഹിസ്റ്ററി ഈസ് എ ടൈം ഡയമെൻഷൻ ഓഫ് എ സ്പേസ് ടൈം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? ഫെർണാഡ് ബ്രോഡൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓർത്ത് വെക്കണം, ഹിസ്റ്ററി ഈസ് എ ടൈം ഡയമെൻഷൻ ഓഫ് സ്പേസ് ടൈം ഫ്രെയിംവർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി then നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഓൾ ഹിസ്റ്ററി ഈസ് എ കണ്ടംപററി ഹിസ്റ്ററി എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ക്രോക്ക് ബെനഡെറ്റോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ഹിസ്റ്ററി, എല്ലാ ഹിസ്റ്ററിയും എന്താണ്? ഒരു കണ്ടംപററി ഹിസ്റ്ററി എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. then നെക്സ്റ്റ് പറഞ്ഞത് ഹിസ്റ്ററി ഈസ് എ റെക്കോർഡ് ഓഫ് ക്ലാസ് സ്ട്രഗിൾസ് അല്ലെ. കോൾമാക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ക്ലാസ് സ്ട്രഗിൾസിന്റെ ഒരു റെക്കോർഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. then നെക്സ്റ്റ് ഹിസ്റ്ററി ഈസ് എ റീഇനാക്ട്മെന്റ് ഇൻ ദ ഹിസ്റ്റോറിയൻ മൈൻഡ് ഓഫ് ദ തോട്ട്സ് ഓഫ് ദ പീപ്പിൾ ഹൂസ് ഹിസ്റ്ററി ഈസ് സ്റ്റഡിയിങ് അന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? കോളിംഗ്വുഡ് ആർ ജെ കോളിംഗ്വുഡ് ആണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ റീഇനാക്ട്മെന്റ് എന്നുള്ളത് ഓർത്ത് വെക്കണം. അപ്പൊ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ആരെ പറ്റിയാണ് പഠിക്കുന്നത് അല്ലെ? ആരെ പറ്റിയാണോ പഠിക്കുന്നത്? ആ വ്യക്തികളുടെ, അല്ലെങ്കിൽ എന്ത് സംഭവത്തിനെ പറ്റിയാണോ, ആരെ കുറിച്ചാണോ പഠിക്കുന്നത്, ആ വ്യക്തികളുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ചിന്തയെ പുനഃസൃഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ റീഇനാക്ട്മെന്റ് ആണ് അവിടെ വരുന്നത്. അതാണ് എന്ത്? ഹിസ്റ്ററി എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? കോളിംഗ്വുഡ് അല്ലെ, ആർ ജി കോളിംഗ്വുഡ് പറഞ്ഞിരിക്കുന്നത്. then നെക്സ്റ്റ് റാങ്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹിസ്റ്ററി ഈസ് ഹൗ ഇറ്റ് എക്സാക്ട്ലി ഹാപ്പൻഡ് അല്ലെ. എന്താണ് അവിടെ എക്സാക്ട്ലി സംഭവിച്ചത് അല്ലെ എന്നാണ് എന്താണ് ഹിസ്റ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? റാങ്കെ പറഞ്ഞിരിക്കുന്നത്. then നെക്സ്റ്റ് ഹിസ്റ്ററി ഈസ് എ ഫിലോസഫി ടീച്ചിങ് ബൈ എക്സാമ്പിൾ വെച്ചിട്ട് അല്ലെ പഠിപ്പിക്കുന്ന ഒരു ഫിലോസഫി, ഒരു തത്വമാണ് എന്ത്? ഹിസ്റ്ററി എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഡൈനീഷ്യസ് ഓഫ് ഹിലാക്രനസ് പറഞ്ഞിരിക്കുന്നത്. അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത്രയും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനീഷൻസ്, ഇത് മാത്രമല്ല ഒത്തിരി ഡെഫിനീഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് ഒത്തിരി 2016 തൊട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് PYQ നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഏരിയ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലെ ഒരു ചെറിയൊരു ടോപ്പിക്കിൽ നിന്നാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് കേരള അല്ലെങ്കിൽ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. PG കഴിഞ്ഞും ഡിഗ്രി കഴിഞ്ഞവർക്ക്, BEd കഴിഞ്ഞവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സെറ്റ് ഇവിടെ 2026 റിസൾട്ട്, നമ്മുടെ CCLA റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടനവധി കുട്ടികൾ ക്വാളിഫൈ ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമുക്ക് ഈ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ അല്ലേ, നമുക്കൊരു 45 ദിവസം കൊണ്ട് നമുക്കൊരു സെറ്റ് ഹിസ്റ്ററി നമുക്ക് അല്ലെങ്കിൽ സെറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്ക് ഡാം ഷുവറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിനായിട്ട് സെറ്റ് ഹിസ്റ്ററിയുടെ 45 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ച് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. പുതിയ ബാച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ച് ഒരു ഗ്രൂപ്പ് ബേസിൽ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. അതത് ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ആ ഒരു ടോപ്പിക്ക് കറക്റ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും അത് പഠിക്കുക. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ PYQs ഡിസ്കസ് ചെയ്യുക. നമുക്ക് എല്ലാ ആഴ്ചയിലും നമുക്ക് മെൻറ്റർഷിപ്പ് ക്ലാസ് അടക്കം നമുക്ക് സബ്ജക്റ്റ് ക്ലാസ്സും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ വീക്ക്ലി റിവിഷൻ ഡേയ്സും അതുകൂടാതെ റിവിഷൻ എക്സാംസും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അനാലിസിസും എല്ലാം തന്നെ നമുക്കിവിടെ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഫോളോ അപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ മടിക്കേണ്ട, ജോയിൻ ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ ഇതാണ് 9746455514 എന്നുള്ളതാണ് നമ്പർ. അപ്പോൾ കൂടുതൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 45 ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഇനിയും വൈകിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഈ 45 ഡേയ്സും കൂടെ നമുക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഉഷാറായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ഹിസ്റ്ററി എന്നുള്ളത് നമുക്കൊരു ബാലികേറാമലയല്ല, നമുക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്നുകൂടി പറയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.